നിശബ്ദമാണ് ജീവിതമെന്നാകിലും. തിരുക്കുടുംബത്തിന്റെ പാലകനും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപിതാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലുതും പ്രഥമവുമായ സാക്ഷ്യം അദ്ദേഹം നിശബ്ദനായിരുന്നു എന്നതാണ്. മൗനത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ട വ്യക്തിത്വം, നെഞ്ചിലെ നോവുകളുടെയും നെടുവീർപ്പുകളുടെയും അഗ്നിയിൽ നീറി നിൽക്കുമ്പോഴും നിശബ്ദത തുളുമ്പി നിന്നു അദ്ദേഹത്തിന്റെ അധരത്തിൽ. വെറുമൊരു കിനാവിന്റെ വെളിച്ചത്തിൽ വിലപ്പെട്ട പലതും വേണ്ടായെന്ന് വെക്കുവാൻ, തിരുഹിതം ജീവിതവ്രതമായി സ്വീകരിക്കുവാൻ, ദൈവഹിതത്തിന് മുൻപിൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാതെ ശാന്തമായി നിലകൊള്ളുവാൻ വെറും സാധാരണക്കാരനായ ഈ മരപ്പണിക്കാരനെ സഹായിച്ചത് വിശേഷവിധിയായി അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയമാണ്. വെറും ഒരു സ്വപ്നത്തിലൂടെ കടന്നു വന്ന ദൈവഹിതത്തെ ദൈവഹിതമായി തിരിച്ചറിയുവാൻ, അതനുസരിച്ച് തന്റെ ശിഷ്ടജീവിതം മുഴുവൻ തീരെഴുതി കൊടുക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഈ ആശ്രയബോധമാണ്. എളിമയും വിനയവും സ്വയം ശൂന്യവൽക്കരണവും ഒരു മൗനത്തിൽ ഒളിപ്പിച്ച് മൗനത്തിന്റെ മഹാസാഗരത്തെ മനസ്സിൽ കൊണ്ടു നടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.